മിശിഹായിൽ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം. പീഡകളുടെ കാലം. ചെന്നായ്ക്കളുടെ ഇടയിലേക്കാണ് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതീയരുടെയും മുമ്പാകെ നിങ്ങൾ സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്ത് പറയണമെന്നോ നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. യഥാർത്ഥത്തിലുള്ള വചന ശുശ്രൂഷ നാം ചെയ്യുമ്പോൾ നമ്മളിലുള്ള ഒരു കഴിവും അവിടെ പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധിക്കില്ല. കർത്താവ് ദാനമായി നൽകുന്ന ശുശ്രൂഷകളാണിത്. നമുക്ക് നൽകിയ ആരോഗ്യം, നമുക്ക് നൽകിയ ജ്ഞാനം, നമുക്ക് നൽകിയ പലതും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഈ ഭൂമിയിൽ വെച്ച് നാം പ്രഘോഷിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പുത്രനായ യേശുവും നമ്മളെ മഹത്വപ്പെടുത്തുമെന്നുള്ള സത്യം നാം മനസ്സിലാക്കുക. വചനം ഉദ്ഘോഷിക്കാൻ വേണ്ടി പോകുമ്പോഴെല്ലാം വളരെയധികം വിമർശനങ്ങളും വളരെയധികം അവഹേളനങ്ങളും എല്ലാം അനുഭവിക്കുന്ന ധാരാളം സുവിശേഷകരെ നാം കാണുന്നുണ്ട്. പീഡകളേൽക്കുന്നവരുണ്ട്, കൊല ചെയ്യപ്പെടുന്നവരുണ്ട്. ഈ ലോകത്ത് ധാരാളം ക്രിസ്ത്യാനികൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ പേരിൽ വധിക്കപ്പെടുന്നു. എന്നാൽ അവരെല്ലാം നേടുന്നത് കർത്താവായ ദൈവത്തിൻ്റെ വസതിയാണ്. കർത്താവിൻ്റെ ദൂതന്മാരായാണ് അവർ മാറുന്നത്. ഇന്ന് ഞാനും പലയിടങ്ങളിലും സുവിശേഷത്തിനായിട്ട് പോകുമ്പോഴെല്ലാം ഞാൻ ഒരു ഉപകരണം മാത്രമായി മാറിക്കൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഉദ്ഘോഷിക്കുന്നുള്ളൂ. കാരണം ഞാൻ ഒന്നുമല്ല, കർത്താവാണ് എല്ലാം എനിക്ക് നൽകുന്നതും എന്നെ പ്രാപ്തനാക്കുന്നതും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഏറ്റവും വിലയേറിയ അനുഗ്രഹം കർത്താവായ യേശുവിലൂടെ പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ തിരുസഭയിലുടനീളം അനുഭവിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ബ്രദർ തോമസ് ജോർജ്, പാണശ്ശേരി.